ഹിജാബ് ധരിക്കുന്ന വിഷയത്തിൽ ഇതുവരെ സമവായം ആയിട്ടില്ല. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അങ്ങനെ സ്കൂളിൽ തട്ടമിടാമോ? നിയമപരവും ധാർമ്മികവും സാംസ്കാരികവുമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് പ്രതികരണങ്ങളും എടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ സുനിത ദേവദാസ് ജിയാണ്. സുനിത ദേവദാസ് ജി നല്ലൊരു ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവായ വ്യക്തിയാണ്, എൻ്റെ സുഹൃത്താണ്. രണ്ട് ശ്രീജിത്ത് പണിക്കർജിയാണ്. അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആണ്. ഞാൻ റൈറ്റ് വിങ് എന്ന വാക്ക് ഉപയോഗിക്കാത്തത് അദ്ദേഹം റൈറ്റ് വിങ് എന്ന വാക്ക് സ്വയം ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. രണ്ട് കോൺഫ്ലിക്റ്റിംഗ് കാഴ്ചപ്പാടുകളാണ്. നമുക്ക് എന്താണ് അതിൻ്റെ ബാലൻസ്, അതിൻ്റെ മിഡിൽ ഗ്രൗണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് പോസിബിൾ ആണോ എന്ന് കൂടി പരിശോധിക്കാം. ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂളിൽ തട്ടമിട്ടുകൊണ്ട് പോകാമോ? സുനിത ദേവദാസി എന്തായാലും തട്ടമിട്ട് പ്രതികരിച്ചതിന് ആദ്യം തന്നെ ഒരു അഭിനന്ദനം. കാരണം ഇസ്ലാമോഫോബിയ ഒരു റിയാലിറ്റിയാണ്. അതായത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കെതിരെ സമൂഹത്തിൽ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമാണ്. ഇത് നമ്മുടെ ഇന്ത്യക്ക് അപമാനമാണ്. അങ്ങനെ ഇസ്ലാമോഫോബിയ ഉള്ള കാലത്ത് തട്ടമിട്ട് പ്രതികരിക്കാൻ ആ പ്രതികരണത്തിന് ആർജവം കാണിച്ച സുനിതാജിക്ക് ഒരു സല്യൂട്ട്. സുനിതാജിയുടെ ഒരു പ്രതികരണം ആദ്യം നമുക്ക് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ശ്രീജിത്ത് പണിക്കർജിയുടെയും കൂടെ പ്രതികരണത്തിലേക്ക് വരാം. കാര്യം ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ നമുക്ക് അതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് എന്താണ് ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതെന്താ സിസ്റ്ററെ, അണ്ണാക്കിൽ പിരിവെട്ടിയോ? ഉത്തരം പറയടോ ചോദ്യങ്ങൾക്ക്. അത്തരം പ്രയോഗങ്ങൾ സുനിതാജി ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, കിടിലമാണ്. പക്ഷേ നമ്മൾ ആരാണെങ്കിലും ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു പൗരോഹിത്യത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദരവോടുകൂടിയേ സംസാരിക്കാറുള്ളൂ. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചില ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പറ്റിയത് കണ്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനോ കന്യാസ്ത്രീയോ വന്നാൽ ഞാൻ അടക്കമുള്ളവർ സന്തോഷത്തോടോ കാലിൽ തൊട്ട് വീഴും. അത് നാച്ചുറലാണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാര്യം നമുക്ക് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ദൈവീകതയോട്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരോട് ഒരു ആദരവാണ്. അത്തരം പ്രയോഗങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അത് ആദ്യമേ പറഞ്ഞോട്ടെ, സംശയമില്ല. അത്തരം പ്രയോഗങ്ങളോട് ഒരു കാരണവശാലും യോജിപ്പില്ല. പക്ഷെ പറയുന്ന കാര്യത്തിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. മുൻപ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ? 2008 നവംബർ 29. അതായത് ആ സ്കൂളില് പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കുന്നതായ പരാതി എന്നുള്ളതാണ്. അതും ഒരു സെൻസിറ്റീവ് വിഷയമാണ്. ഇപ്പൊ എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ്. നാളെ അവിടെ ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സന്തോഷത്തോടെ പറയും, മോനെ പോയി പങ്കെടുക്കണം. അതിനെന്താ, നീ പങ്കെടുത്താലും മറ്റും നല്ലതാണ്. കാര്യം ദൈവീകതയും ആത്മീയതയും, അത് പരിശുദ്ധ ഖുർആൻ ആണെങ്കിലും വിശുദ്ധ ബൈബിൾ ആണെങ്കിലും പവിത്രമായ ഭഗവത്ഗീതയാണെങ്കിലും ഒക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷെ മുമ്പ് അങ്ങനെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. രണ്ട് ശിരോവസ്ത്രങ്ങൾ ഫിൻലാൻഡില് സുവോമൻലിന എന്ന് പറയുന്നവർ ഒരു സീ ഫോർട്ടിലാണ്. അപ്പം വെളിയിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾ അങ്ങനെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദരവോടുകൂടി ആ പ്രിൻസിപ്പളിന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് അത് ശരിയല്ല. ഹിജാബ് ധരിച്ച എന്ത് പേടി ഉണ്ടാകാനാണ്? അത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. അത് നമ്മുടെ ആ പെൺകുട്ടിക്ക് എത്രമാത്രം മനസ്സിൽ വേദന ഉണ്ടാകും, വിഷമം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയരുത്. നമ്മളെ ഭരിച്ച റസിയ സുൽത്താനെ അടക്കം, എന്തിന് നമ്മുടെ ഫാത്തിമ ബീവി, ഇന്ത്യയിൽ നിന്ന് ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി, അവർ കോടതി പോകുമ്പം കോടതി വസ്ത്രങ്ങൾ ധരിക്കുകയും വെളിയിൽ വരുമ്പം തട്ടമിടുകയും തലമറക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ കന്യാസ്ത്രീമാരൊക്കെ തലമറയ്ക്കാറുണ്ട്. രാജസ്ഥാനിൽ ഘൂംഘട്ട് പോലെ ഇടാറുണ്ട്. നമ്മുടെ സ്ത്രീകൾ പലപ്പോഴും തലമറയ്ക്കാറുണ്ട്. അതൊരു ആദരവിൻ്റെ, മാന്യതയുടെ ഒക്കെ സൂചകമായി പൊതുവെ ചെയ്യുന്നതാണ്. അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ പറയുന്നതാണ്, നമുക്ക് വിശ്വസിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ശരിയല്ല. അതാണ് എൻ്റെ പൊസിഷൻ. വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. പൂർണ്ണമായിട്ടും ആ പെൺകുട്ടിയോടൊപ്പമാണ്. അവിടെയാണ് സുനിതാജി സ്റ്റോറി ചെയ്യുന്നത്. അത് ചെയ്യാൻ കഴിയുന്നത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുത്ത് നിൽക്കുന്നതാണ്. നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന. ഞാൻ ഇടതുപക്ഷക്കാരനല്ല, ഞാൻ വലതുപക്ഷക്കാരനാണ്. പക്ഷെ സുനിതാജി ചെയ്യുന്ന വലിയൊരു നന്മയാണത്. ഇസ്ലാമോഫോബിയക്കെതിരെ അങ്ങനെ തന്നെയാണ് പോരാടുന്നത്. നന്നായിട്ടുണ്ട് സുനിതാജി. നമ്മുടെ നാട്ടില് ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടത്തിൻ മറയത്തിൽ ശ്വേതാംബരധരേ ദേവി എന്ന് പാടിയ വിനീത് ശ്രീനിവാസനും അല്ലെങ്കിൽ നമ്മുടെ നിവിൻ പോളിയും, ഒരാളൊരു ക്രിസ്ത്യാനിയാണ്, ഒരാളൊരു മുസ്ലിമാണ്. അതൊരു ഹിന്ദു മുസ്ലിം പ്രണയകഥയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഉമ്മച്ചിക്കുട്ടിയെ പ്രണയിച്ച നായരുടെ കഥ എന്നാണ്. വിനീത് ശ്രീനിവാസൻ നായർ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല, അതായത് ഇതാണ് അതിന്റെ ഈ ഒരു സമന്വയം ഉണ്ടാക്കലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ കന്യാസ്ത്രീകൾക്കെതിരെ പറയുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരും പിന്തിരിപ്പന്മാരും ഒക്കെയാണോ മൗലികവാദികളും? വിദ്യാഭ്യാസത്തിന് അത് മുസ്ലിങ്ങളെ കുറിച്ച് മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. സ്കൂളിൽ വന്ന കുട്ടിയുടെ മാതാപിതാക്കൾ മതമൗലികവാദികളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരും പിന്തിരിപ്പന്മാരും ഒക്കെയാണോ?
ഇപ്പോ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലില് ഡോക്ടർ അരുൺ കുമാർ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയില് ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിന്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനില് ന്യൂട്രീഷൻ കോഴ്സിന്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് PGക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയില് MBBS കോഴ്സിന് പഠിക്കുക. എന്തായാലും കുട്ടിയുടെ പഠിത്തം മുടക്കിയപ്പോൾ അപ്പൊ അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അച്ഛനും നമസ്കാരം. നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, ജോലി വേണം, കുടുംബം വേണം. ഈ ബാലൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കുറെ കാലം മുമ്പ് നമ്മൾ തർക്കിച്ചത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണോ കുടുംബം വേണോ എന്നാണ്. പിന്നീട് നമ്മൾ തർക്കിച്ചത് പെൺകുട്ടികൾക്ക് ജോലി വേണോ കുടുംബം വേണോ എന്നാണ്. അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. ഇത് ബാലൻസിലാണ് ജീവിതം, ബാലൻസിലാണ് കളി. പെൺകുട്ടിക്ക് വിദ്യാഭ്യാസവും വേണം, കുടുംബവും വേണം. പെൺകുട്ടികൾക്ക് ജോലിയും വേണം, കുടുംബവും വേണം. കരിയറും ജീവിതവും ബാലൻസ് ചെയ്യണം. കരിയറും കുടുംബവും ബാലൻസ് ചെയ്യണം. കരിയർ പ്ലസ് കുടുംബം, അതാണ് അതിന്റെ ബാലൻസ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം 13 കാരിക്ക് നിഷേധിച്ചപ്പോ, പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെടുത്തി ആ സ്കൂളിൽ പീഡിപ്പിച്ചു എന്ന വാക്കൊന്നും യോജിക്കുന്നില്ല. എല്ലാവർക്കും തൃപ്തിയായല്ലോ അല്ലെ? TC മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചേക്കുന്നു. അത് ഭയങ്കര വിഷമകരമാണ്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും നോക്കണം. സുനിതാജി ഇടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീയുടെ മീം പോലെ എടുത്തിടുന്നത് ശരിയല്ല. കന്യാസ്ത്രീമാരാണ്, നമ്മൾ അവർ ദൈവത്തിന്റെ മാലാഖമാരാണ്, അവരെ അങ്ങനെ കണ്ട് നമ്മൾ ആദരിക്കുന്നവരാണ്. പക്ഷെ സുനിതാജി അവരുടെ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തലയിൽ തട്ടമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ട 13 കാരിയെ നോക്കി പറഞ്ഞു. Anyway, we have to get the response of the parents. അല്ല, എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത്? ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ. അല്ല, അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രാമറൊക്കെ ആദ്യമായിട്ടല്ലേ ഇവരൊന്നും സ്ഥിരം ഇങ്ങനെ മീഡിയക്കാരെ കണ്ടും പത്രസമ്മേളനം വിളിച്ച് നിൽക്കുന്നതല്ലോ. അപ്പൊ ഇത്രയും പേരുടെ വന്നും ഒരു വാക്കിലോ ഒരു വരിയിലോ റെസ്പോൺസ് ഓഫ് ദി പേരൻസ് എന്ന് പറയുന്നതിന് പകരം റെസ്പോണ്ട് ഓഫ് ദി പേരൻസ് എന്ന് പറയും. അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അവിടെയാണ് നമ്മളിത് പരസ്പരം അറ്റാക്ക് ചെയ്യാനും. സുനിതാജി നിൽക്കുന്ന പ്രതലം എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രതലത്തിലാണ് ശ്രീജിത്ത് ജി കൂടുതൽ നിൽക്കുന്നത്. അദ്ദേഹം അത് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു റൈറ്റ് ലീനിങ് എന്നോ അല്ലെങ്കിൽ അദ്ദേഹം നാഷണലിസ്റ്റിക് എന്നോ പാട്രിയോട്ടിക് എന്നോ വിളിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുന്ന പ്രതലത്തിനോട് ചേർന്നിട്ടാണ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത വാദങ്ങൾ ഉന്നയിക്കും. 2 വാദങ്ങളും സ്ട്രോങ്ങും സോൾഡുമാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ക്യാച്ച്. 2 ശരികൾ ഫൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ശരി ഏതാണ് എന്നുള്ളതാണ് അതിലെ ചോദ്യം. സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചർ അത് പോട്ടെ, നമുക്ക് ഇംഗ്ലീഷും മറ്റേ പ്രയോഗങ്ങളല്ല അതിൽ പ്രശ്നം. ഇനി നമ്മുടെ ശ്രീജിത്ത് ഭായിയുടെയും കൂടെ വീഡിയോയുടെ 1-2 കാര്യങ്ങൾ കേൾക്കാം. ഇത് കണ്ടാലേ നമുക്ക് അതിന്റെ ബാലൻസ് മനസ്സിലാകുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൃത്യമായ അറിവുണ്ട്. വിവാദത്തെ തുടർന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ കന്യാസ്ത്രീകൾ അങ്ങനെ ഉയരുന്നുണ്ട്. അതായത് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. അവിടെ കന്യാസ്ത്രീകൾ അധ്യാപികമാരായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള ശിരോവസ്ത്രം ധരിച്ചുകൂടാ? ഈ ചോദ്യമാണുള്ളത്. ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ മാത്രമല്ല ഉന്നയിക്കുന്നത്, മറിച്ച് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപനായിട്ടുള്ള യൂഹനോൻ മാർ മെലിത്തിയോസ് അടക്കമുള്ള ആൾക്കാർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, അവർക്കുള്ള നിയമങ്ങളെക്കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള അറിവില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതായത് ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും 2 തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഈ 2 വീഡിയോയും കാണണം. അതായത് ശ്രീജിത്ത് ഭായിയുടെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കുള്ള ഡ്രസ് കോഡ് വേറെയാണ്. ഉദാഹരണം, ടീച്ചർമാർക്ക് യൂണിഫോം ഇല്ലല്ലോ. പല സ്കൂളുകളിലും ഇല്ല, ചില സ്കൂളുകളിൽ കാണും, പക്ഷേ പല സ്കൂളുകളിലും ഇല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളിൽ യൂണിഫോം ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആ സ്കൂളിനുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ ആർട്ടിക്കിൾ 30 താഴെ വരുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണെങ്കിലും ഒരു സ്കൂളിനാണെങ്കിലും തീർച്ചയായിട്ടും അതിനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം സ്കൂളിലോട്ട് പോയി ഈ കുട്ടി ചേരുകയാണ്. ഈ കുട്ടിയെ സ്കൂൾ ചൂസ് ചെയ്യുന്നതല്ല, സ്കൂളിനെ കുട്ടി ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ പോയി ചേരുന്നത് ആ കുട്ടിയുടെ ചോയ്സ് ആണ്. ആ ചോയ്സിന്റെ ഭാഗമായ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അനുസരിക്കാനും അവിടുത്തെ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാനും അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അങ്ങനെയാണ് ഇന്നലെ പല ചാനലുകളിലും തങ്ങളുടെ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിക്കും എന്ന് എഴുതി തരണമെന്നൊക്കെ മാനേജ്മെന്റിന് നിലപാടെടുത്തത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊരു സൊല്യൂഷൻ നോക്കാം. അതായത് സുനിതാജിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമോഫോബിയാണ്. അത് ശരിയുമാണ്, ഇസ്ലാമോഫോബിയയുടെ എലിമെന്റ്സ് അതിനകത്തുണ്ട്. പിന്നീട് PTA ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസിഡന്റിന്റെ ചില അപക്വമായ പ്രസ്താവനകളോ എക്സ്ട്രീമായ പ്രസ്താവനകളോ, പുള്ളി കാസാക്കാരനാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്.
കാര്യം ഒരു തീവ്ര നിലപാടെടുക്കുന്ന ആളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഊതി വീർപ്പിച്ചതാണ്. നേരെ മറിച്ച് മറുഭാഗത്ത് നിൽക്കുന്നവർ പറയുന്നു, അതായത് ആ കുട്ടിയെ എതിർക്കുന്നവർ പറയുന്നത് കുട്ടിക്ക് ഇത്രയും കാലം എന്തുകൊണ്ട് തട്ടവിടാൻ തോന്നിയില്ല, പെട്ടെന്നൊരു ദിവസം തട്ടവിടാൻ തോന്നി, ഇതിൻ്റെ പിന്നിൽ പലരുമാണ്, അതൊക്കെ ഗൂഢാലോചനാ സിദ്ധാന്തമാണ്. ഇത് പുറകെ നിൽക്കുന്ന ആരെങ്കിലും ഈ SDPA പ്രശ്നം വഷളാക്കാൻ നോക്കി കാണും, സംശയമില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് ബോധപൂർവ്വം ഇവർ ചെയ്യുന്നൊന്നുമല്ല. ആ പെൺകുട്ടിക്ക്, നമ്മുടെ ഒരു അനിയത്തിയായ കുട്ടിക്ക് ഒരു ദിവസം തട്ടമിട്ടുകൊണ്ട് പോകണമെന്നൊരു ആഗ്രഹം തോന്നി, അതിൻ്റെ പേരിലാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം തട്ടം ഇടാനും ഇടാതിരിക്കാനും ഉള്ള ചോയ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ സമവായം എന്താണ്? സമവായം ഒരൊറ്റ കാര്യമാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു വ്യക്തിയുടെ ശ്രീജിത്ത് പണിക്കർ, അദ്ദേഹത്തിന് രണ്ടുപേരെയും വീഡിയോ കാണണം. ശ്രീജിത്ത് പണിക്കറിനെയും കാണണം, ശ്രീമതി സുനിത ദേവദാസിനെയും കാണണം. ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിക്കുന്ന പോലെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധിയിൽ ക്രൈസ്റ്റ് നഗറിൽ ഉള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഫുൾ സ്ലീവ് ഡ്രസ്സും തട്ടമിടണമെന്ന് പറയുകയും അവസാനം കുട്ടിക്ക് എന്ത് റൈറ്റും ഉണ്ട്, പക്ഷേ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് മുകളിലല്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഫാക്റ്റാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂളുകൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞങ്ങളുടെ എല്ലാ മക്കൾ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ മക്കൾ പഠിക്കുന്നവരുടെ സ്കൂളിലാണ്. ആ സ്കൂൾ പരമാവധി ബഹുസ്വരവും ഡൈവേഴ്സിറ്റിയെ എൻകറേജ് ചെയ്യുന്നതും കൂടിയായിരിക്കണം. ഒരു മുസ്ലിം കുട്ടിക്ക് തട്ടമിടാൻ അവകാശമുണ്ടെന്നോ അധികാരമുണ്ടെന്നോ അല്ലെങ്കിൽ അവൾക്ക് താല്പര്യമുണ്ടെന്നോ തോന്നിയാൽ ഇടാനും ഇടാതിരിക്കാനും വേണം. പക്ഷേ ആ തട്ടത്തിന്റെ കളർ അടക്കം സ്കൂൾ മാനേജ്മെന്റിന് പറയാം. ഉദാഹരണം, സ്കൂളിന്റെ കളർ കോഡിനോട് ചേർന്നത് വേണം, ചുവന്ന ഓവർകോട്ട് അവർക്കുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തട്ടം വേണം. ഇങ്ങനെയാണ് നമ്മൾ സമവായം ഉണ്ടാക്കുന്നത്. ഇതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഇതിനെ എതിർക്കുന്നവരും പറയുന്നത് മതേതരത്വത്തെ സ്കൂൾ ലംഘിച്ചു എന്നാണ്. പെൺകുട്ടിയെക്കുറിച്ച് സ്കൂൾ പറയുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് സ്കൂൾ പറയുന്നത് ഇത് മതേതര രാജ്യമാണ്, അതുകൊണ്ട് ഇടാൻ പറ്റില്ല എന്നാണ്. ഇതൊരു തെറ്റായ മതേതര ചിന്തയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ മതേതരത്വമല്ല, ബഹുസ്വരത, പ്ലൂറലിസം, മതസൗഹാർദ്ദം, സാഹോദര്യം, ഡൈവേഴ്സിറ്റിയാണ് വേണ്ടത്. എല്ലാവരും ഏകശിലാത്മകമായി പോകണം എന്നല്ല, പകരം ബഹുസ്വരതയുടെ ഭാഗമായി പോകണം. ആ പെൺകുട്ടിക്ക് അങ്ങനെ സ്കൂൾ വിട്ടുപോകേണ്ടി വന്നതിൽ വളരെ വേദനയും വിഷമവും ഉണ്ടാകും. ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ മോൾക്ക്, സഹോദരിക്ക് എത്രമാത്രം വേദന ഉണ്ടാകും. ഇനി വേറൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ സ്കൂളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ഈ വിഷയത്തിൽ നഷ്ടമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ മനോവേദന, അച്ഛൻ്റെ അമ്മയുടെ മനോവേദന. അവർ നല്ല പഠിപ്പിക്കുന്ന നല്ലൊരു കേരളത്തിലെ അഭിമാനമായൊരു മുസ്ലിം ഫാമിലിയാണ്. കാര്യം ഒരു മോള് ലണ്ടനിലാണ്, ഒരു മോള് റഷ്യയിലാണ്. അപ്പോൾ അവരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് മോശക്കാരാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനി സ്കൂളിന് എന്താ നഷ്ടം? നിങ്ങളുടെ സ്കൂളിനും നഷ്ടമാണ്. ആ സ്കൂളിൽ തന്നെ കണക്ക് പ്രകാരം, എനിക്കറിയില്ല, ന്യൂസ് ലോണ്ടറിയുടെ ഒക്കെ കണക്ക് പ്രകാരം 4-1 5-1 പഠിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവരുടെ മനസ്സിലേക്കും ഒരു തീകോരിയിടുന്ന, ആശങ്കപ്പെടുത്തുന്ന, മുസ്ലിം ഐഡന്റിറ്റിയെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോസിറ്റീവായി പോകണം. സമവായം ഒന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് തട്ടമിടുമ്പോൾ സ്കൂൾ യൂണിഫോമിനോട് ചേർത്ത് തട്ടമിടുക. 2, നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം പേരൻസ് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, ഒരു ഗ്രേ ഏരിയ ആണ്. അതുകൊണ്ട് ആ സമവായം ആദ്യമേ ശ്രമിക്കുക. ശ്വേതാംബരധരേ ദേവി എന്ന് തട്ടമിടുന്നൊരു പെൺകുട്ടിയെ നോക്കി പറഞ്ഞ കേരളമാണ് അവിടെ ഉള്ളത്. ആ ബഹുസ്വരതയെ ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ, നിരീശ്വരവാദി എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യുന്ന, ഡൈവേഴ്സിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകട്ടെ. അതിലേക്ക് എത്താൻ നമുക്കാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തലാക്കുന്നു. ഫിൻലാൻഡിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ്. ആ ബഹുസ്വരത നമുക്ക് ഉയർത്തിപ്പിടിക്കാനാകട്ടെ.